ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണേ. PSC എക്സാമിന് SCRT എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് SCRTയിൽ ഓരോ ചാപ്റ്റേഴ്സിലും വരുന്ന കോഡ്സും അതേപോലെ SCRTയിൽ ബോക്സിൽ വരില്ലേ, ബോക്സിൽ മെൻഷൻ ചെയ്യുന്ന കണ്ടൻസും മാത്രം വെച്ചൊരു ക്ലാസ്. അപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുക, അതിലെ കോഡ്സും അതിൽ ബോക്സിൽ വരുന്ന കണ്ടൻറ്റും മാത്രമേ ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആവുള്ളൂ. അങ്ങനെ ഒരു ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യുന്നത് ന്യൂ SCRT സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 7 തേർഡ് ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. നമുക്ക് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് മഹാത്മാഗാന്ധിൻ്റെ യങ് ഇന്ത്യ എന്നെടുത്ത ഒരു കോട്ടാണ്. 1931 യങ് ഇന്ത്യ വന്നത്. എല്ലാ പ്രതിസന്ധികളിലും നിന്ന് രക്ഷാകർതൃത്വങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇത് മഹാത്മാഗാന്ധിൻ്റെ കോട്ടാണ്. യങ് ഇന്ത്യ എന്നെടുത്തതാണ്. യങ് ഇന്ത്യ 1931. അടുത്തത് വരുന്നത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്. 1. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകാൻ ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങളാണിവ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് പോയിൻറ്റ്സാണ് അടുത്തത് കൊടുത്തത്. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, നിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച കുറച്ച് പോയിൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അടുത്ത നമുക്ക് ബോക്സ് വരുന്നത് ഏതാ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിൻ്റെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. കേന്ദ്രത്തിന് ദ്വിമണ്ഡല സഭ. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇതൊക്കെ PYQ തന്നെയാണ് കേട്ടോ ഇതിൽ വന്നതൊക്കെ. അടുത്തത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചെറിയൊരു ബോക്സ്. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന
നിർമ്മാണ സഭയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇത് എത്രയോ പ്രാവശ്യം PYQ വന്നതാണ്. അതേപോലെ ഭരണഘടനയുടെ സവിശേഷതകൾ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏറ്റവും വലുത് ചോദിക്കുമ്പോൾ ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്നു. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. നിലവിൽ മാറ്റമുണ്ട്. 25 ഭാഗങ്ങൾ, 490ഓളം അനുച്ഛേദങ്ങളും പട്ടികൾ 12ഉമാണ്. അപ്പം ആ ഭരണഘടനയുടെ സവിശേഷതകളാണ് താഴെ പറയുന്നത്. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. മൗലിക കടമകൾ. വ്യക്തികൾ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തം. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഫെഡറലിസം. ഏക പൗരത്വം. ഇത്രയും സവിശേഷതകളാണ് ഭരണഘടനയുടെ. ഏതൊക്കെ ഒന്നുകൂടെ പറയാം. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം. അടുത്തത് പോക്സോ ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് അടുത്തത്. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഇതൊക്കെ ഒന്ന് വായിച്ചു പോകണം. ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കണേ. അപ്പോൾ ഒന്നുകൂടെ തറവും. ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഒന്നുകൂടെ പറയാം. പൗരരുടെ അവകാശവും കടമയും സംരക്ഷിക്കുക. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനവും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. അടുത്തത് അമെൻമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 50 ജനുവരി 50 ഭരണഘടന നിലവിൽ വന്നത്. ഫസ്റ്റത്തെ ഭേദഗതി വന്നത് 1951. 51 9 പട്ടികകളായി. പട്ടികകളുടെ എണ്ണം 9 അതേപോലെ പിന്നെ പറയുന്ന ഭേദഗതി 42. 1976 42ാം ഭേദഗതി വന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 44ാം ഭേദഗതി 1978. 44ാം ഭേദഗതി 1978. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. ഇപ്പം സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. ഭേദഗതി 73ഉം 74ഉം നിലവിൽ വന്നത് 1992. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. 86ാം ഭേദഗതി 2002. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി. 101ാം ഭേദഗതി 2016. GST നിലവിൽ വന്നു. അപ്പം ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഒന്നാമത്തെ ഭേദഗതി 1951. 42ാം ഭേദഗതി 1976. 44ാം ഭേദഗതി 1978. ഭേദഗതി 73ഉം 74ഉം നിലവിൽ വന്നത് 1992. പഞ്ചായത്തി രാജും നഗരപാലികയും. 101ാം ഭേദഗതി 2016 GST. 86ാം ഭേദഗതി 2002 വിദ്യാഭ്യാസം.
അടുത്തത് ഒരു കേസാണ്. കേസിനെ പറ്റിയാണ് പറയുന്നത്. അടിത്തറ ഇളകരുത്. 1973 കാസർഗോഡ് എളനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അടുത്ത ബോക്സ് വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററിലെ ബോക്സിലുള്ള എല്ലാ കണ്ടൻറ്റുമാണ് പറഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നൊന്ന് മെൻഷൻ ചെയ്യണം. അതേപോലെ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.